പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. ലോക അവസാനത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും ദേവാലയ നാശത്തെക്കുറിച്ചും ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടത് 14-ാമത്തെ വാക്യം വരെയാണ്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തെടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. 15-ാമത്തെ വാക്യം, പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത്. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. 17-ാമത്തെ വാക്യം, ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. എന്തുകൊണ്ടാ? ഓടാൻ പറ്റില്ല, ഓടാൻ പ്രയാസമാണ്. ഗർഭിണിക്ക് ഓടാൻ പ്രയാസമാണ്. കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മമാർക്ക്, ആ പരുവത്തിലുള്ളവർക്കും പ്രയാസമാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ശീതകാലത്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ വിൻ്ററിൽ ഉള്ള ഒരു പ്രത്യേകത, ജോർദാൻ കരകവിഞ്ഞൊഴുകും. മനസ്സിലായോ? ഇപ്പം ജോർദാൻ കടന്ന് പെല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ പോയി രക്ഷപ്പെടുന്നത്. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകും വിൻ്ററിൽ, ശീതകാലത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ കാണാം. അതായത് പീഡാനുഭവത്തിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ പ്രാർത്ഥനയ്ക്ക് പറ്റും. മനസ്സിലായോ? അതായത് ഈശോയുടെ വരവിനോടനുബന്ധിച്ച് സഭ വലിയ ട്രിബുലേഷനിലൂടെ കടന്നു പോകും. അന്ത്യകാല പീഡനമുണ്ട്. ആ പീഡനത്തെ കുറയ്ക്കാൻ എന്തിനു പറ്റും? പ്രാർത്ഥനയ്ക്ക് പറ്റും. അതാണ് ഈശോ ഇവിടെ പറയുന്നത്. അതായത് ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 19, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. അത് വലിയ പീഡാനുഭവമാണ്. അത് ശരിക്കും ഈ ജെറുസലേമിൻ്റെ നാശത്തിൻ്റെ അനുബന്ധമായി അവരനുഭവിച്ചത് വലിയ പീഡാനുഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, 97,000 പേരെ നാട് കടത്തി, 11 ലക്ഷം പേരെ കൊന്നു. നിസ്സാര കാര്യമാണോ? വലിയ പീഡാനുഭവം. അപ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിലുണ്ടാകും. കർത്താവ് 20, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അതായത് ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവുന്ന സമയത്ത് അത് മുതലെടുക്കാൻ പിശാച് പരിശ്രമിക്കും. അതായത് പെട്ടെന്ന് പീഡാനുഭവവും പ്രയാസമെല്ലാം ഉണ്ടാകുമ്പോൾ ഇത് അവിടെ ക്രിസ്തു, അവിടെ ക്രിസ്തു, ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പലരും പ്രത്യക്ഷപ്പെടും. കർത്താവ് പറയുകയാണ്, കാരണം 22, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. വളരെ പ്രധാനപ്പെട്ടത് എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു കാര്യം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നതിൻ്റെ അടയാളമാവണമെന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളത് കൊണ്ട് ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാവണമെന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ ദൈവം ഉണ്ടല്ലോ എന്ന് കൺക്ലൂഡ് ചെയ്യരുത്. പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതൻ്റെ വേഷം കെട്ടും എന്ന് വചനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്നതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലം ആവണമെന്നില്ല. അത് നമ്മൾ വിവേചിച്ചറിയാൻ പറ്റണം. അതവിടെ പറയുന്നത്. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഞാൻ എല്ലാം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്? എന്തിനാ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് നമുക്കിനി പേടിച്ചിരിക്കാം? അതിനാണോ? അല്ല. നമുക്ക് വാച്ച്. ഇനി നമ്മൾ ആവർത്തിച്ച് കാണാൻ പോകുന്നൊരു വാക്ക് ഇതാണ്, വാച്ച്. ഉണർന്നിരിക്കണം,
ജാഗ്രതയോടെ ഇരിക്കണം, ജാഗരൂകരായിരിക്കണം. ഈ വാക്ക് ആവർത്തിക്കും ഇനി, വാച്ച്. ഇനി മർക്കോസ് തീരുന്നത് വരെ ഈ വാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം, ഉണർന്നിരിക്കണം, ജാഗരൂകരായിരിക്കണം. അടുത്തത് 24. ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബദിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വചനങ്ങളെ നമ്മൾ 2 തലത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഒന്ന്, ജെറുസലേമിൻ്റെ നാശവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്. 2, യുഗാന്ത്യവുമായി ബന്ധപ്പെട്ട് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്. ജെറുസലേമിൻ്റെ നാശവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? സൂര്യൻ ഇരുണ്ടു പോയിട്ടില്ല, ചന്ദ്രൻ പ്രകാശം തരാതിരുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിബദിച്ചിട്ടില്ല, ആകാശശക്തികൾ ഇളകിയിട്ടില്ല. പിന്നെന്താ ഈശോ അങ്ങനെ പറഞ്ഞേ? അപ്പം അതാണ് പലരെയും കുഴയ്ക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വളരെ പ്രോബ്ലമാറ്റിക്കായ ഒരു പാസേജാണിത്. ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ ബൈബിളിൻ്റെ കണ്ണിലൂടെ വായിച്ചെടുക്കണം. എപ്പോഴും നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്നിട്ട് ഈ നൂറ്റാണ്ടിലെ ഒരു വായന ബൈബിളിൽ നടത്തരുത്. ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ, ബൈബിളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രയോഗങ്ങളുടെ, ബൈബിളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഖ്യാന രീതിയുടെ പശ്ചാത്തലത്തിൽ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. അപ്പം ഞാനത് പറയുമ്പോൾ മനസ്സിലാവും എന്താണെന്ന്. അതായത് ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയം പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിരുന്നു. ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ മൈക്രോകോസം ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ്. അതുകൊണ്ട് ഈ ദേവാലയം എന്താണ്? ദേവാലയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു പതിപ്പാണ്, ഒരു മോഡലാണ് ദേവാലയം. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലെ വിരികളിൽ, വിശുദ്ധ സ്ഥലത്തെ വിരികളിൽ, അതിവിശുദ്ധ സ്ഥലത്തെ വിരികളിലെല്ലാം അവരെന്ത് ചെയ്തിരുന്നു? നക്ഷത്രങ്ങൾ, ചന്ദ്രതാരങ്ങൾ, ഇതെല്ലാം, അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? നക്ഷത്രത്തിൻ്റെ ചിത്രം, പിന്നെ ആകാശഗോളങ്ങളുടെ ചിത്രം, സൂര്യൻ്റെ ചിത്രം, ചന്ദ്രൻ്റെ ചിത്രം, ഇതെല്ലാം എവിടെ ഉണ്ട്? ജെറുസലേം ദേവാലയത്തിൻ്റെ വിരികളിലുണ്ട്. മനസ്സിലായോ? ഇമേജസ് ഓഫ് ദ സ്റ്റാർസ് ആൻഡ് ദ കോൺസ്റ്റലേഷൻസ് വെയർ എംബ്രോയിഡേഡ് ഓൺ ദ ടെമ്പിൾ വെയിൽസ്. എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെനോറയിൽ, വിശുദ്ധ സ്ഥലത്ത് 7 കാലുള്ളൊരു വിളക്കുണ്ടായിരുന്നില്ലേ? ആ 7 കാലുള്ള വിളക്ക് സൂചിപ്പിച്ചിരുന്നത് സൂര്യൻ, എണ്ണിക്കോണം, ചന്ദ്രൻ, പിന്നെ അന്ന് 5 ഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് അറിയത്തുള്ളായിരുന്നു. അവർക്ക് 5 പ്ലാനറ്റിനെ കുറിച്ച് അറിയത്തുള്ളായിരുന്നു അന്ന്. പിന്നാണ് ബാക്കി പ്ലാനറ്റുകളെക്കുറിച്ച് മനുഷ്യന് വിവരം കിട്ടിയത്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ചന്ദ്രനും 5 ഗ്രഹങ്ങളും ചേർന്ന 7 കാര്യങ്ങളെ സൂചിപ്പിക്കും. 7 കാല്, അതായിരുന്നു എൻ്റെ ഒരർത്ഥം. അപ്പോൾ ജെറുസലേം ദേവാലയം, ചുരുക്കി പറഞ്ഞാൽ ജെറുസലേം ദേവാലയം പ്രപഞ്ചത്തിൻ്റെ ഒരു മൈക്രോകോസം, ഒരു ചെറിയ പതിപ്പ്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൻ്റെ തിരശീല പൊട്ടി വീഴുന്നത്, ദേവാലയം തകർന്നു വീഴുന്നത് ആലങ്കാരിക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. എന്ത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബദിക്കും, ആകാശശക്തികൾ ഇളകും. മനസ്സിലായോ? ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെ സൂചിപ്പിക്കുന്ന സിംബോളിക് ലാംഗ്വേജാണിത്. മനസ്സിലായോ? അപ്പോൾ ജെറുസലേമിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് ഈ വചനത്തിൻ്റെ അർത്ഥം ഇതാണ്. എന്താ? ജെറുസലേം ദേവാലയം പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിരുന്നു. ദേവാലയം തകർന്നു വീഴും. ദേവാലയ വിരികളിൽ സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. അതെല്ലാം പൊട്ടി വീഴുന്നത്, അതെല്ലാം കത്തി മറയുന്നത്, അതെല്ലാം കത്തി അമരുന്നത്, ദേവാലയം ഇടിഞ്ഞു വീഴുന്നത്, അതിനെ ആലങ്കാരികമായി സൂചിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് എന്ത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, ആകാശശക്തികൾ ഇളകും, നക്ഷത്രങ്ങൾ നിബദിക്കും. ഇനി യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ടോ ഇതെല്ലാം സംഭവിക്കും. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, അന്ധകാരമാവും, നക്ഷത്രങ്ങൾ ഇളകും,
എല്ലാ ആകാശ ശക്തികൾ അഴിഞ്ഞു പോകുമെന്ന് പറയുന്നു. അതായത് പഴയ ആകാശവും പഴയ ഭൂമിയും ഇല്ലാതാവും, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാണ് ഈശോയുടെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട്. അത് എനിക്ക് തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും. മനസ്സിലായി? ആലങ്കാരിക അർത്ഥത്തിൽ ജെറുസലേമിൻ്റെ നാശത്തിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ യുഗാന്ത്യത്തിൽ സംഭവിക്കും. 26. ഇനി അപ്പോൾ 26-ാമത്തെ, അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇത് നമുക്ക് ക്ലിയറായിട്ട് ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചാണ്. എന്നാൽ ഇത് രണ്ടാം വരവിനെ കുറിച്ച് മാത്രമല്ല, ജെറുസലേമിൻ്റെ നാശത്തിന് മുമ്പ് ഇതിൻ്റെ ഒരർത്ഥമുണ്ട്. എന്താണ്? മേഘങ്ങളിൽ മനുഷ്യപുത്രൻ AD 70 മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു സൂചന കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇത് രണ്ടാം വരവിനെ കുറിച്ചാണ്. ഞാൻ ഉദ്ദേശിച്ചതല്ല, മറിച്ച് ഈ മേഘങ്ങളിൽ ഈ എഴുന്നള്ളി വന്നത് യഥാർത്ഥത്തിൽ പന്തക്കുസ്ത. മനുഷ്യപുത്രൻ പരിശുദ്ധാത്മാവായി ഈശോയ്ക്ക് പകരം സഹായകനായ പരിശുദ്ധാത്മാവിനെ മേഘങ്ങളിൽ, അല്ലേ, ആകാശത്ത് നിന്ന് ഒരു കാറ്റടിച്ച് അങ്ങനെ കർത്താവ് ഇറങ്ങി വന്നത് അങ്ങനെ കാണാം. ഈ ജെറുസലേമിൻ്റെ നാശത്തിന് മുമ്പ് മനുഷ്യപുത്രൻ്റെ വരവുണ്ട്. മനുഷ്യപുത്രൻ മഹത്വത്തോടെ വന്നതാണത്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ യേശുവിൻ്റെ മരണത്തിൽ ദേവാലയത്തിൻ്റെ തിരശീല കീറി. ഓർക്കുന്നോ? തിരശീല കീറിയപ്പോൾ ആ തിരശീലയിൽ എന്തുണ്ട്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെല്ലാം ഉണ്ടല്ലോ. സൂര്യൻ ഇരുണ്ടു, ചന്ദ്രൻ മറഞ്ഞു, നക്ഷത്രങ്ങൾ ഇളകി. അതൊരർത്ഥമാണ്. ജെറുസലേമിൻ്റെ നാശത്തിന് മുമ്പ് ഈശോ പ്രവചിക്കുകയാണ്. ഈശോ ഇത് പ്രവചിച്ചതിന് 40 വർഷത്തിനുള്ളിൽ ജെറുസലേം തകർക്കപ്പെടും. അപ്പോൾ ആ തകർക്കപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ച ആദ്യത്തെ, അതിന് ആമുഖമായി സംഭവിച്ച ആദ്യത്തെ സംഭവമാണ് യേശുവിൻ്റെ മരണം. ആ മരണത്തിൽ തന്നെ അത് കീറി. അവിടെ മുതൽ ദേവാലയത്തിൻ്റെ നാശം ആരംഭിച്ചു, അത് തുടങ്ങി. ഇനി ഈശോ മരിച്ച സമയത്ത് സൂര്യൻ ഇരുണ്ടു, ഇല്ലേ, ചന്ദ്രൻ മറഞ്ഞു. മാത്രമല്ല, ഈശോയുടെ ശരീരത്തിലൂടെ ഒരു പുതിയ ദേവാലയം ആരംഭിച്ചു. ഈശോയാണ് ആ ദേവാലയം. അതാണ് ഈശോൻ്റെ രണ്ടാം വരവിൽ, അതാണ് ആ മിസ്റ്ററിയാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ കർത്താവ് പറയുന്ന ഈ വാചകമുണ്ടല്ലോ, പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിവദിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ഇത് ഒരു തരത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശവുമായിട്ടും മറുവശത്ത് യേശുവിൻ്റെ രണ്ടാം വരവുമായിട്ടും ബന്ധമുണ്ട്. 26 മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ, അത് പെന്തക്കുസ്തായുടെ സൂചനയാണ്. ജെറുസലേമിൻ്റെ നാശത്തിന് മുമ്പ് യേശുവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതാണ്. ഇനി അടുത്ത വാക്യം, അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും, അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഇതെന്താണ്? ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താ? ആരാണ് ദൂതന്മാർ? AD 70 മുമ്പ് അയക്കപ്പെട്ട ദൂതന്മാരാരാ? മിഷണറിമാരാണ്, അപ്പസ്തോലന്മാരാണ്. അപ്പസ്തോലന്മാർ റോമൻ സാമ്രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പോയി ദൈവവചനം പ്രസംഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി. അതാണ് അതിൻ്റെ അവിടുത്തെ അർത്ഥം. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. അതാരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ദൂതന്മാരെ അയക്കും, മിഷണറിമാരെ അയക്കും. മിഷണറിമാർ പോയി എല്ലാ സ്ഥലത്തും, എഫേസൂസിൽ, കോറിന്തിൽ, ആഥൻസിൽ, എല്ലാ സ്ഥലത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അതാണ് അവിടുത്തെ അർത്ഥം. യേശുവിൻ്റെ രണ്ടാം വരവിൽ അറിയാമല്ലോ, മാലാഖമാർ പോയി എല്ലാം യേശുവിൽ വിശ്വസിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും.
അത് ഈശോയുടെ രണ്ട് തരത്തിലും ഇതിനർത്ഥമുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തന്നെ കണ്ടു പോകണം. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയുകയാണ്, അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും, അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. അടുത്തത്, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതാകുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു കൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവില്ല. എന്ത് സംഭവിക്കുന്നവരെ? ജെറുസലേമിൻ്റെ നാശം. അവിടെ ഉദ്ദേശിക്കും ജെറുസലേമിൻ്റെ നാശമാണ്. ഈ തലമുറ കടന്നു പോവില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈശോയുടെ തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ ആവശ്യമായ കൃപാവരം ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.